സഖാവ് വി എസ് നമുക്കറിയാം, കഴിഞ്ഞ 23-ാം തീയതിക്ക് ശേഷം ഇവിടെ ക്രിട്ടിക്കൽ ICUവിലാണുള്ളത്. അദ്ദേഹത്തെ ഒന്ന് കാണുക, വിവരങ്ങൾ അന്വേഷിക്കുക, കുടുംബവുമായി ബന്ധപ്പെടുക എന്ന ഉദ്ദേശത്തിലാണ് വന്നത്. മകൻ അരുൺകുമാറുമായി കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോഴും നല്ല രീതിയിൽ മെഡിസിനോട് പ്രതികരിക്കുന്നുണ്ട്. ചികിത്സ ഫലപ്രദമാണ് എന്നാണ് ഡോക്ടേഴ്സ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വിവരം. എന്തായിരുന്നാലും നമുക്കറിയാം, കേരളത്തിൽ 102 വയസ്സിലാണ് അദ്ദേഹം ഇപ്പോൾ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുന്നത്. ജീവിതകാലം മുഴുവൻ ഒരു പോരാളിയായി, കേരളത്തിലെ മുഖ്യമന്ത്രിയായും ജനത്തിനാകെ മാതൃകയായ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം പ്രവർത്തിച്ചത് നമുക്കറിയാം. 2011-2016 കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. ഒരു പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരേണ്ട വിഷയങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളോട് ഗവൺമെൻറ് മനുഷ്യത്വവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ അതിനെ അതിശക്തമായി ചോദ്യം ചെയ്യാനും അത് തിരുത്തിക്കാനും 82 വയസ്സിൽ അദ്ദേഹം മതികെട്ടാൻ മല കയറിയതൊക്കെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചും കേരളത്തിലെ പ്രതിപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചും മാതൃകയാക്കേണ്ട പ്രവർത്തനം നടത്തിയതാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആയുരാരോഗ്യം ഇനിയും സർവശക്തൻ നീട്ടിക്കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. മറ്റൊരു ചെറിയ വിഷമം തോന്നിയത്, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് CPIM ആയപ്പോൾ അതിൽ 32 പേരിലുണ്ടായിരുന്ന 31 സഖാക്കളും നാട് വിട്ട് നമ്മളെ വിട്ട് പിരിഞ്ഞപ്പോൾ അതിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏക സഖാവാണ് സഖാവ് VS. മുഖ്യമന്ത്രി മാത്രമല്ല, ഈ പാർട്ടിയുടെ എല്ലാമായിരുന്നത്. പക്ഷേ ഈ ആശുപത്രിയിലോ പരിസരത്തോ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് സഖാക്കൾ കേരളത്തിലുണ്ടെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കാൻ ബാധ്യസ്ഥരായ ആരെയും ഈ ചുറ്റുപാടിൽ എവിടെയും കാണുന്നില്ല എന്നത് അങ്ങേയറ്റം സങ്കടകരം തന്നെയാണ്. ആരുടെ തിട്ടൂരത്തിൻ്റെ പേരിലാണ് ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥ സഖാക്കൾ അതിന് സാധ്യമല്ലാതെ ഈ SUT ഹോസ്പിറ്റലിൻ്റെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ അറിയാൻ കാതോർക്കുന്നു എന്ന് പറയുന്ന അപജയം തന്നെയാണ് ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2 ദിവസം മുമ്പാണ് ഇവിടുന്ന് ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോയത്. സഖാവ് VS ഒരു മുഖ്യമന്ത്രിയായിരുന്നു. ഇന്നും അദ്ദേഹത്തിന് ഈ പറയുന്ന ചികിത്സ ആവശ്യമാണെങ്കിൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെ, നാടിൻ്റെ നിയമങ്ങളനുസരിച്ച് തന്നെ അദ്ദേഹത്തെ വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിക്കാവുന്ന നിയമസാധുത ഇവിടെയുണ്ട്. അതിന് മുൻകൈ എടുക്കേണ്ടത് ഗവൺമെൻറ്റും ആ പാർട്ടിയുമാണ്. അദ്ദേഹം ക്രിട്ടിക്കൽ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത് കഴിഞ്ഞ 23-ാം തീയതിക്ക് ശേഷമാണ്. അതിൻ്റെ മുമ്പും അദ്ദേഹം അസുഖബാധിതനായി കിടക്കുകയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. അത്തരം ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് ഒരു തുടർ ചികിത്സ നല്ല രീതിയിൽ ആവശ്യമാണെങ്കിൽ അത് നൽകാൻ ബാധ്യസ്ഥമായ ഗവൺമെൻറ്റും പാർട്ടിയും അത് ചെയ്യാതെ പോയത് എന്തുകൊണ്ടാണ് എന്നതിന് ഉത്തരം പറയേണ്ടത് ഇപ്പോൾ ചികിത്സക്ക് പോയ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുമാണ്. സ്വാഭാവികമായും ഇതൊക്കെ കാണുമ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള മനുഷ്യത്വരഹിതമായ തീരുമാനം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളും പ്രിയപ്പെട്ട സഖാക്കളും വിലയിരുത്തട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.